ഹലോ, അപ്പം നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യങ്ങളാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെ. അതെങ്ങനെയാണ് നമുക്ക് മാറ്റി എഴുതാം? വൃക്ഷങ്ങൾ പലതുണ്ട്, വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. ഓക്കെ, രണ്ട് വാക്യം. ആദ്യത്തെ വാക്യം ഏതാണ്? വൃക്ഷങ്ങൾ പലതുണ്ട്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. പിന്നെ വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചാക്കുണ്ണിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ദാ, ജോലിയിൽ ശ്രദ്ധ കുറഞ്ഞതിനാൽ റേഡിയോ ഒഴിവാക്കി. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അടിവരയിട്ട പദങ്ങൾക്ക് സന്ദർഭം അനുസരിച്ച് വരുന്ന അർത്ഥങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ടും ഒരേ വേർഡാണല്ലേ. നൂല് കോർത്ത് കുഴിഞ്ഞു പോയ കണ്ണുകൾ, മരം വീണു കുഴിഞ്ഞു പോയ നിലം. അവിടെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ആദ്യത്തേതിൽ കണ്ണുള്ളിലേക്ക് വലിഞ്ഞു പോയതാണ് പറയുന്നത് അല്ലേ? അതെ. രണ്ടാമത്തേതോ? അങ്ങനെ ഉള്ളിലേക്ക് പോയി വലിഞ്ഞു എന്നാണ് ആദ്യത്തേത് പറയുന്നത്. രണ്ടാമത്തേതിൽ നിലം കുഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ ആണല്ലോ. നൂല് കോർത്ത് കുഴിഞ്ഞു പോയ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ ഉള്ളിലേക്ക് പോയി, പ്രായമായി കണ്ണ് ഉള്ളിലേക്ക് പോയി. രണ്ടാമത്തേത് എന്താണ്? നിലം കുഴിഞ്ഞതിന് ആണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ട രണ്ട് പറമ്പ്, കുറേ കാലം മുമ്പ് രണ്ടും ഒന്നായിരുന്നു. ഈ വരികളിൽ തെളിയുന്ന സൂചനകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവർക്കിടയിൽ എന്താണ്? സമ്പത്ത് അവർക്കിടയിൽ അകലം സൃഷ്ടിച്ചു അല്ലേ? അതുപോലെ ആദ്യകാലത്ത് അവരുടെ ഇടയിലുള്ള സ്നേഹം. ഓക്കെ ആണല്ലോ. അപ്പം മുൻപ് അവർക്കുണ്ടായിരുന്ന സ്നേഹവും അതുപോലെ തന്നെ എന്താണ്? അവർക്കിടയിലേക്ക് സമ്പത്ത് വന്നപ്പോൾ അവർക്കിടയിൽ അകലം സൃഷ്ടിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാവിനോടുള്ള പ്രേമം നാട്ടിൻപുറത്തെ കുട്ടികളിൽ മാത്രമല്ല കവികളിലും കാണാം. കവികളായവരെല്ലാം നാട്ടിൻപുറത്തെ ഏതെങ്കിലും കൊതിയ സമാജത്തിൽ അംഗങ്ങളായിരുന്നിരിക്കണം. കഥ, കവിത, സംഭാഷണം എന്നിവയിലൊക്കെ മാവും മാങ്ങാക്കാലവും കടന്നു വരാറുണ്ട്. മാവുമായുള്ള മലയാളിയുടെ ബന്ധം വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, മലയാളികളുടെ മാവുമായിട്ടുള്ള ബന്ധം അതെന്തൊക്കെയാണ്? അവിടെ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാം, ഒരുപാട് കവിതകളിലും കഥകളിലും മാവ് ഒരു കണ്ടൻ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? മാവ് പ്രമേയമായിട്ട് വന്നിട്ടുണ്ട്. വൈലോപ്പിള്ളിയുടെ മാമ്പഴം ഒക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മലയാളികൾക്ക് അതുപോലെ തന്നെ മാവുമായിട്ട് വളരെ നല്ലൊരു ആത്മബന്ധമാണുള്ളത്. മാമ്പഴക്കാലവും മാവിൻ്റെ സുഗന്ധമൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലേ? നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മളതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത്? കോരൻ ചിന്തിച്ചു. കർഷക തൊഴിലാളികളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സൂചനയാണോ ഈ ചിന്ത? ഈ സന്ദർഭം വിശകലനം ചെയ്തെഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ സന്ദർഭം? എന്താണ്? നമുക്കറിയാം, കോരനൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂലിയായിട്ട് കുറച്ച് പൈസ മാത്രം കൊടുക്കും, നെല്ല് കൊടുക്കാറില്ലായിരുന്നു അല്ലേ? ഈ നെല്ലൊക്കെ എന്ത് ചെയ്യും? നെല്ലൊക്കെ കരിഞ്ചന്തക്കി, അതായത് വില കൂട്ടിയിട്ട് രാത്രി എന്ത് ചെയ്യും? വ്യാപാരം ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്കൊന്നും എന്ത് കിട്ടിയിരുന്നില്ല? നെല്ല് കിട്ടിയിരുന്നില്ല അല്ലേ? അപ്പം അതുപോലെ തന്നെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഒരു ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ തുടക്കമാണ് ഈ കോരൻ്റെ ചിന്ത അല്ലേ? അതെ. അപ്പം അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സൂചന കൂടെയാണ് ഇവിടെ. പിന്നെന്താണ്? നമുക്കറിയാം, മറ്റുള്ളവർ കൂടെ നിൽക്കില്ല എന്നറിഞ്ഞിട്ടും കോരൻ ഇവിടെ പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. യെസ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അച്ഛൻ്റെ മരണത്തോടുകൂടി വീട്ടിൽ നിന്ന് എന്തെല്ലാമോ ചോർന്നു പോയ പോലെ ഒരു നാൾ നനച്ചിരിക്കാതെ ഒരുപാട് പേർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. അടിവരയിട്ട പദങ്ങൾ കഥാസന്ദർഭത്തിന് നൽകുന്ന ആശയ സാധ്യതകൾ കുറിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാമോ ചോർന്നു പോയ പോലെ, അതെന്തൊക്കെയാ? വീടിൻ്റെ ഒരു നിറസാന്നിധ്യമായിരുന്നു നമ്മുടെ അച്ഛൻ അല്ലേ? യെസ്. അപ്പോൾ അച്ഛൻ്റെ മരണം ഒരാളുടെ മരണം ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് എന്തെല്ലാമോ ചോർന്നു പോയിന്ന്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ആ വീട്ടിൽ നിന്നും പോയ പോലെ വല്ലാത്തൊരു ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഈ ഒരുമിച്ച് ഒരുപാട് പേര് അവിടെ നിന്ന് പോയ പോലെ അല്ലേ? അത്രയ്ക്കും ശൂന്യതയാണ് ആ വീട്ടിലുള്ളത്. അച്ഛൻ ഒരാൾ മാത്രമേ പോയുള്ളൂ, പക്ഷെ ഒരുപാട് പേര് പോയ പോലെ അത്രയ്ക്കും നിശബ്ദതയും ശൂന്യതയും തളം കെട്ടി നിൽക്കുന്നൊരു വീടാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് അല്ലേ? അപ്പോൾ ഇത്തരം പദങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? അവിടെ ആ കഥാസന്ദർഭത്തെ അതൊക്കെ വളരെ ഭംഗിയുള്ളതാക്കുന്നുണ്ടല്ലേ? അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അച്ഛൻ ഒരു നിറ സാന്നിധ്യമായിരുന്നു അവിടെ എന്നുള്ള കാര്യം അല്ലേ?
ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ട് അപ്പടി ഓരോന്ന് കയറി കിതച്ചതും അന്നത്തെ സൂചി പ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. അമ്മയെ സംബന്ധിച്ച് മകൻ്റെ ഓർമ്മകൾ അനുഭവങ്ങളിലൂടെയും ഗന്ധങ്ങളിലൂടെയുമാണ് കവിതയിൽ പ്രത്യക്ഷമാവുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം മകൻ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ടല്ലേ കുട്ടിക്കാലത്തെ ഗന്ധങ്ങൾ, ഓലക്കൊടി പുകയുന്നതും അതിൻ്റെ എണ്ണമണവും, അതുപോലെ തന്നെ ആശുപത്രിയിലെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ബ്ലാങ്കറ്റിൻ്റെ അല്ലേ പുതപ്പിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ സ്കൂൾ പരിസരത്ത് അമ്മ കാവലിരുന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്കറിയാം. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ ഇതിൽ ആഡ് ചെയ്താൽ മതി. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അത് നമുക്കൊരു കവിത തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? മാവേലിയെ എതിരേൽക്കാൻ കേരള പ്രകൃതി എങ്ങനെയെല്ലാം ഒരുങ്ങുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കേരള പ്രകൃതി ഉടുത്തൊരുങ്ങുന്നുണ്ട് അല്ലേ. മഴ കൊണ്ടിട്ടും പൂക്കുട നിറയ്ക്കുന്ന തുമ്പ, അതുപോലെ തന്നെ കൊളുത്താനുറ്റ മുഹൂർത്തം കാത്തു നിൽക്കുന്ന മുക്കുറ്റി, പിന്നീട് ഉറങ്ങാതെ വയലുകൾ നിറയെ വിരിയുന്ന ആമ്പൽ അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രകൃതി, കേരള പ്രകൃതി ഒരുങ്ങി നിൽക്കുന്നത് എന്നുള്ളത് എഴുതി ചേർക്കണം കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അമ്മയുടേതാമെഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിട്ടിരിക്കട്ടെ, തായ്മൊഴി തന്നീണമെങ്ങനെ നാവെടുത്തോതുന്നതെങ്ങനെ ഓർക്കുന്നതെങ്ങനെ. അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയിൽ മാതൃഭാഷയും മാതാവും ഒന്നായി തീരുന്നുണ്ടോ? നമ്മുടെ സ്വന്തം അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്കറിയാം. മാതാവും മാതൃഭാഷയും ഒന്ന് തന്നെയാണ് അല്ലേ. പിന്നെ പൊക്കിൾക്കൊടി ബന്ധം മാതാവിനോട് മാത്രമല്ല, നമുക്ക് മാതൃഭാഷയോടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം ഇത് എഴുതാൻ. ഇതിൻ്റെ ഈ കവിതയുടെ ആശയം നിങ്ങൾ കവിതയുടെ മാത്രമല്ല നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു ആശയം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു സമ്മറി നിങ്ങൾ ഓർത്ത് വെക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയുമായിരിക്കും, ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ. പിന്നെ മോഡൽ എക്സാമിനും ഒക്കെ ഒത്തിരി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റോറി എല്ലാവർക്കും അറിയുമായിരിക്കും. അപ്പോൾ അങ്ങനെ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് എഴുതുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഇപ്പോഴുണ്ടോ? ഇല്ലല്ലോ. നവമാധ്യമങ്ങളുടെ സ്വാധീനം കൂടി പരിഗണിച്ച പ്രസ്താവനകൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും പത്രങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ല അല്ലേ. പക്ഷെ എന്നാലും പത്രങ്ങൾ നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്കിനേക്കാളും ഗൂഗിൾ, അതുപോലെ തന്നെ യൂട്യൂബൊക്കെ വന്നതോടുകൂടി നമുക്ക് വാർത്തകളൊക്കെ അറിയാൻ വളരെ എളുപ്പമാണല്ലേ. ഇപ്പം നടന്ന വാർത്തകൾ നമുക്ക് ഇപ്പം തന്നെ അറിയാം. ലോകത്തിൻ്റെ ഏത് കോണിൽ നടന്ന വാർത്തകളും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കൈത്തുമ്പിൽ കിട്ടുന്നുണ്ട്. എന്നാൽ പത്രങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെയാണ്, ഇന്ന് നടന്ന വാർത്തകൾക്ക് വേണ്ടി നമ്മൾ നാളെ വരെ വെയിറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പം ഇങ്ങനൊരു അവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കേണ്ട കാര്യമില്ല അല്ലേ. നമുക്ക് മറ്റൊരുപാട് സോഷ്യൽ മീഡിയ വഴി നമുക്കതിനൊക്കെ എന്ത് ചെയ്യാം, അതുവഴിയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ. പത്രം തന്നെ വേണ്ടല്ലോ. പത്രത്തിലൊരു അഭിപ്രായം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് റിയാക്ട് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ വാട്സപ്പ് ഓർ നമ്മുടെ ഫേസ്ബുക്ക്, അങ്ങനെ യൂട്യൂബ്, അതിലൊക്കെ റിയാക്ട് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് പ്രതികരിക്കാവുന്നതാണ് അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് മങ്ങിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ വേലിക്കകത്ത് കാലെടുത്ത് കുത്തിയതു മുതൽ ആ പഷ്ണി ഒഴിഞ്ഞത്. മാർക്കോസിൻ്റെ അപ്പൻ നിന്നെ മകനെ പോലെയാണ് വിചാരിച്ചിരിക്കുന്നത്. മകൻ്റെ തെറ്റുകൾ ന്യായീകരിക്കാത്ത ഒരമ്മയാണ് ഇവിടെ കാണുന്നത്. മത്തായിയുടെ അമ്മയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൂറ്റാണ്ടുകളായി ചവിട്ടി മെതിക്കപ്പെട്ട് കിടന്ന മനുഷ്യത്വത്തെ അദ്ദേഹം സമുദ്ധരിച്ചു. ജാതി പിശാചിനെ ഉച്ചാടനം ചെയ്തു. ഓക്കെ, നിലനിന്നു പോന്ന മൂഢാചാര പാരമ്പര്യത്തെയും അന്ധവിശ്വാസങ്ങളെയും ധീരതയോടെ
ധ്വംസിച്ചു. ബഹുലക്ഷം ജനങ്ങളുടെ അന്ധകാര ജീവിതത്തിൽ പ്രകാശം പരത്തി. അവരെ സ്വാതന്ത്ര്യബോധമുള്ള മനുഷ്യരാക്കി. ഈ സൂചനകളൊക്കെ അത് മനസ്സിലാക്കി അതുപോലെ തന്നെ പാഠഭാഗവും വിലയിരുത്തിയിട്ട് പുതിയ കാലവും ശ്രീനാരായണ ഗുരുവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് അതിൽ ആഡ് ചെയ്യാം? പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രഭാഷണത്തിൻ്റെയും ഉപന്യാസത്തിൻ്റെയും മാത്രം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് രണ്ടും ഈ 13ഉം 14ഉം ക്വസ്റ്റ്യൻസ് അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക കേട്ടോ. നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യാൻ പറ്റിയ 1-2 പോയിന്റ്സ് ഞാൻ പറയാം. നമ്മുടെ ഗുരു എന്തിലാണ് എന്തായിരുന്നു ഗുരു വിശ്വസിച്ചിരുന്നത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നാണ് അല്ലേ. അതുപോലെ തന്നെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ കേരളീയരെ ഒരുപാട് സ്വാതന്ത്ര്യ ബോധമുള്ള മനുഷ്യരാക്കി അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ജാതി ചിന്തകൾക്കെതിരെ പോരാടിയിട്ടുണ്ട്. അന്ധവിശ്വാസത്തെയോ അനാചാരത്തെയോ ഒക്കെ എതിർത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഈ ഗുരുവിൻ്റെ വചനങ്ങളൊക്കെ ഇന്നത്തെ കാലത്തും വളരെയധികം ആവശ്യമുള്ളതും വളരെയധികം പ്രചരിപ്പിക്കേണ്ട അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. ഇപ്രാവശ്യം നമ്മളെ ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്? ജാതിയുടെ പേരിലും ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞ് നമുക്ക് ഈ ഗുരുവിൻ്റെ വചനങ്ങളൊക്കെ എന്താണ് വളരെയേറെ പ്രസക്തം തന്നെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലും ആണല്ലോ. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉപന്യാസം തയ്യാറാക്കാനാണ്. ഈ റേഡിയോ പാട്ടൊക്കെ എനിക്ക് അത്ര പിടുത്തമില്ല. മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകൾ. ആ നേരം വല്ല പണിയെടുത്താലും 4 കാശുണ്ടാക്കാം. സമ്പത്തിനോടുള്ള ആർത്തി മനുഷ്യ മനസ്സിലെ നന്മകളെ തല്ലിക്കെടുത്തുന്നുണ്ടോ? സമകാലീന സാമൂഹികാവസ്ഥയും പണയമെന്ന കഥയും വിശകലനം ചെയ്ത് വളരുന്ന സമൂഹവും തളരുന്ന നന്മകളും എന്ന വിഷയത്തിൽ ഉപന്യാസം എഴുതാനാണ്. അപ്പോൾ ഉപന്യാസത്തിൻ്റെ സ്ട്രക്ചറൊക്കെ അറിയാലോ. ആ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 2 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരുന്ന സമൂഹവും തളരുന്ന നന്മകളും. ഇതൊക്കെ നമ്മുടെ സ്വന്തം അഭിപ്രായത്തിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലേ. ഇതൊക്കെ ഇങ്ങനത്തെ ജനറൽ ടോപ്പിക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുക കേട്ടോ. അതാണ് ഉപന്യാസം എഴുതുമ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ട്. പാരഗ്രാഫായിട്ട് വേണം എഴുതാൻ. ആമുഖവും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ വേണം, ഹെഡിങ് വേണം അല്ലേ. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുക. എല്ലാ വീഡിയോസും കണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാമിന് പോവുക. ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം എല്ലാവരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൾ ദി വെരി ബെസ്റ്റ്.